കന്യാകുമാരിയിലെ മാർത്താണ്ഡത്തെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ മലയാളി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രിൻസിപ്പൽ ഷീജയെ അറസ്റ്റിൽ. ബംഗളൂരുവിനടുത്തുള്ള ഓറൂസിൽ നിന്ന് ഷീജയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. പ്രിൻസിപ്പലിന്റെ മാനസിക പീഡനം കാരണമാണ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയതെന്നായിരുന്നു പരാതി. വിദ്യാർത്ഥികളുടെയും കുടുംബത്തിന്റെയും പ്രതിഷേധത്തെ തുടർന്നാണ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അതിനുശേഷമാണ് പ്രിൻസിപ്പൽ ഷീജയെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം കത്തിപ്പാറ സ്വദേശി അൻസിജയെ കോളേജിലെ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന അടുത്ത മാസമേ ഉണ്ടാകൂവെന്ന് സൂചന. 30-ലധികം മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മാറ്റം വന്നേക്കും. 10-നടുത്ത് മന്ത്രിമാർക്ക് രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. വലിയ മാറ്റങ്ങൾ മന്ത്രിസഭയിൽ വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലോചിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് പദ്ധതിക്കുള്ള കരട് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഗാന്ധി ജയന്തി മുതൽ ഇത് നടപ്പാക്കാനും ആലോചനയുണ്ട്.